പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. മോക്ഷത്തിന്റെ വീതിയിൽ നീങ്ങിടുവിൻ, മോഹത്തിന്റെ പാത വെടിഞ്ഞിടുവിൻ. മാനസാന്തരപ്പെടുവിനെല്ലാവരും, സ്വർലോകരാജ്യം സമാഗതമാ. സത്യദൈവപുത്രനാകുമേശുവിനെ സത്യമായി വിശ്വസിച്ചിന്നാരാധിക്കാം. സത്യദൈവപുത്രനാകുമേശുവിനെ സത്യമായി വിശ്വസിച്ചിന്നാരാധിക്കാം. ദൈവം സ്വർഗസിംഹാസനം അനിലിൽ കഴിഞ്ഞു. രണ്ട് കരങ്ങളെ പഠിച്ചു. എന്റെ ദൈവം സ്വർഗസിംഹാസനം അനിലിൽ കഴിഞ്ഞു. അപ്പനും അമ്മയും വീടും താരങ്ങളും വസ്തുസുഖങ്ങളും കഥാവസ്യ. അപ്പനും അമ്മയും വീടും താരങ്ങളും വസ്തുസുഖങ്ങളും കഥാവസ്യ. പ്രായം എന്നെ കൊച്ചി പുലർത്തിയ ദൈവം മതി. പ്രായം മുടങ്ങിയവരെ എന്നെ കൊച്ചി പുലർത്തിയ ദൈവം. കഴിഞ്ഞ രാത്രിയിൽ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാത്രിയിലും അത് ശക്തിയോടെ വെളിപ്പെടും. ഇതിന്റെ തുടർച്ച നാളെയും മറ്റന്നാളും ഇതേ സ്ഥലത്ത് തന്നെ കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്യും. വിശ്വസിക്കുന്നവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ, അയ്യോ ഇവിടെ ഇത്ര ആൾക്കാർ കൂടി ഇങ്ങനെ സ്തോത്രം പറഞ്ഞ നാണം കേടാ. കൈ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് ഹല്ലേലൂയ പറയാൻ അറിയാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന രാത്രിയാണ്. ഇന്നലെ രാത്രി പ്രസംഗിച്ചു,
കടലും കരയും കൂടെ ഇവനെ അനുസരിക്കുന്നു. ഇവൻ ആര്? വീണ്ടും ഞാൻ പറയാം, ലോകത്തിലെ കോടിക്കണക്കിന് ജനത്തിന് ഇന്നും പിടികിട്ടാത്തൊരു ചോദ്യം. ഇതിനും മാത്രം നൃത്തം ചെയ്യാൻ, ഈ വാദ്യോപകരണങ്ങളും എല്ലാം വെച്ച് ഈ ഗ്രാമത്തിൽ ഇന്ന് രാത്രി തുള്ളിച്ചാടാൻ ഇത്രയും ജനം പല സ്ഥലത്തുനിന്ന് തടിച്ചുകൂടാൻ കാരണം എന്താ? ഇവൻ ആരാ? ഇവൻ ആരാധനയ്ക്ക് ഇന്ന് രാത്രി യോഗ്യനാ. ഉറപ്പുള്ളവരൊരാമയും പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ക്രിസ്തുവിന്റെ കാൽവറി മരണം ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം ഏത് ശപിക്കപ്പെട്ടവനെ അനുഗ്രഹത്തിലേക്ക് നയിച്ചത് ക്രിസ്തുവിന്റെ കാൽവറിയാണ്. വിശ്വാസം കൊണ്ട് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കാൽവറിയെ കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാം. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ഓരോരോ മതന്യായ കോടതികൾ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. അവരെല്ലാം പറഞ്ഞു, ഇവനിൽ പാപമില്ല. പാപമില്ലാത്തവൻ പാപത്തിന് പരിഹാരകനായി താണഭൂമിയിലേക്ക് വെളിപ്പെടുകയാണ്. മറിയയുടെ ഉദരം കടമെടുത്ത് ജഡാവതാരമെടുത്ത ക്രിസ്തു, യോഹന്നാൻ വായിക്കുകയാ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ശ്രദ്ധിച്ചു കേൾക്കണം. യേശു ക്രിസ്തു പിന്നെ ഓരോ മതന്യായ കോടതികൾ മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസും അന്നാവും കയ്യാഫാവും മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. അവരവനെ വില്ല് പോലെ വളച്ചു കെട്ടി, കുതിരയുടെ തുവലുണങ്ങി ചെറിയ നാരികളായി കീറി മുൾക്കൊളുത്തുകളും ഈയക്കട്ടികളും വെച്ച് കെട്ടി അവർ യേശുവിന്റെ പുറത്ത് വാരി അടിച്ചു. അടിച്ച് തിരിച്ചു പിടിക്കുമ്പോൾ വായെ തുറക്കാതെ, രോമം കത്തുകൾ മിണ്ടാ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായെ തുറക്കാതെ ഊമനായി നിന്നു. ശ്രദ്ധിക്കണം, ഒരു വാക്കു കൽപ്പിച്ചാൽ ആകാശ ഗംഗ ചലനമറ്റു നിന്ന് സ്വർഗത്തിന് കോടിക്കണക്കിന് ദൂതന്മാരിറങ്ങി ആ നിൽക്കുന്ന സ്ഥലം ചാമ്പലാക്കാൻ കരുത്തുള്ളവൻ ഇതാ നിശ്ചലനായി നിൽക്കുകയാണ്. യെശയ്യാവിൽ എഴുതി, അവൻ നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി. റോമൻ നാണയ തുട്ടികൾ ചേർത്ത് പിടിച്ചു മുഖത്തെ രോമം അവർ പിച്ചിപ്പറിച്ചു. അവർ അവന്റെ കന്നത്തടിച്ചു, അവന്റെ തുപ്പി. നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്ക. 8 അടി പൊക്കമുള്ള 80 കിലോ ഭാരമുള്ള പച്ച പൈൻമരി കുറിച്ചെടുത്തുകൊണ്ട് യെരൂശലേമിന്റെ തെരുവീതി കൂടെ ഇതാ ഒരുവൻ നടന്നു പോവുകയാണ്. വേച്ച് വേച്ച് താഴെ വീഴുന്നുണ്ട്. പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗോഥ വരെ ആ രക്തം ഒഴുക്കുകയാണ്. ശ്രദ്ധിച്ച കുഞ്ഞെ, യേശു ക്രൂശെടുത്തോണ്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്ത് ഒരു തൂമ്പായി തോളത്ത് വെച്ചുകൊണ്ട് നടന്നു വരിക. അവന്റെ പേരാ കുറേനക്കാരനായ ശിമോൻ. എടുത്ത ക്രൂശ് കൊണ്ടെത്തിക്കാൻ കഴിയാതെ യേശു വഴിയിൽ വീണു. ഒരു റോമൻ പട്ടാളക്കാരൻ വന്ന് കുറേനക്കാരനായ ശിമോനോട് പറഞ്ഞു, നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവൻ ചോദിച്ചു, എന്താ കാര്യം? ഞാനൊരു തെറ്റും ചെയ്തില്ല. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതെന്താ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഉത്തരം, ഞങ്ങളുടെ മതനിയമം അനുസരിച്ച് ക്രൂശ് ശാപം, അതെടുത്താൽ ഞങ്ങളുടെ മതം ഞങ്ങളെ പുറത്താക്കും. അതുകൊണ്ട് ഈ ക്രൂശ് എടുത്ത് നീ ഗോൽഗോഥായിൽ എത്തിക്കണം. അവൻ ആ ക്രൂശിന്റെ അറ്റത്ത് ഒന്ന് ചുമല് കൊടുത്തു. ആരാ അവിടെ കിടക്കുന്നതെന്ന് അറിയാതെ അവൻ ചുമല് കൊടുത്തത്. ക്രിസ്തുവിന്റെ മണ്ടയ്ക്ക് മറിഞ്ഞു കിടന്ന ക്രൂശിന് ചുമല് കൊടുത്തവർ ക്രിസ്തു തിരിഞ്ഞു വീണ മുഖം കണ്ടപ്പോൾ അവൻ അമ്പരന്ന് പോയി. 5 അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി 5000 പോറ്റി ഇവനല്ലേ ജീസസ്. നോക്കിയേ, ആ ക്രൂശിന്റെ അറ്റം പൊക്കി പിടിച്ചപ്പോൾ യേശു പറഞ്ഞു, വേണ്ട, ഞാൻ എടുത്തോളാം. ശ്രദ്ധിച്ച കുഞ്ഞെ, ഒരു സന്ദേശം നിങ്ങളോട് പറയാം. സ്തോത്രം. ക്രൂശിന്റെ അറ്റം അല്പനേരം ഒന്ന് പൊക്കി പിടിച്ചവന്റെ സന്തതി ബൈബിൾ പറയുന്നവർ ക്രിസ്തുവിൽ പ്രസിദ്ധന്മാരായി. ക്രൂശിന് ആര് ചുമല് കൊടുക്കുമോ അവന്റെ സന്തതി ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഉറപ്പുള്ളവർ ആർത്തു വിളിച്ചൊരു ഹല്ലേലൂയ പറ. കുഞ്ഞെ, ജന്മിയും അടിയാന്റെ സമ്പ്രദായം പൊട്ടിയത് അവിടെ. പണ്ടൊക്കെ
ഞാൻ പ്രസംഗിക്കുന്നത് തമിഴ്നാടോട് ചേർന്ന തമിഴ്നാടിന്റെ സ്ഥലത്താ. പണ്ടൊക്കെ കേരളത്തിൽ അടിയാന്മാരും ജന്മികളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ജന്മികളുടെ വീട്ടുമുറ്റത്ത് അടിയാന്മാർക്ക് കുഴികുത്തി കപ്പയും കഞ്ഞിയും വിളമ്പുമായിരുന്നു പണ്ട്. ശ്രദ്ധിച്ചേ, ശാപം കുടുംബങ്ങളുടെ മേൽ വീണിട്ട് പലരും ഒരു നേരത്തെ അരിക്ക് നിവർത്തിയില്ലാതെ കുത്തിയ കുഴിക്കകത്തുനിന്ന് കഞ്ഞി കോരിക്കുളിച്ചിട്ടുണ്ട് പ്ലാവല കൊണ്ട്. പക്ഷേ ഈ ചരിത്രം തിരുത്തിയത് കാൽവറിയിലാണ്. ഇന്ന് ജന്മികളുടെ വീട് ജപ്തിക്കിട്ടേക്കുമ്പോൾ ഒരു സെന്റ് ഭൂമി ഇല്ലാത്തവൻ മണിവാളിക പണിതു നോക്കി. ക്രൂസ് അനുഗ്രഹത്തിന്റെ ക്രൂസ്, ക്രൂസ് ശാപത്തെ ഒഴിക്കുന്ന ക്രൂസ്, ക്രൂസ് ചരിത്രം മാറ്റിയുണ്ട്. ഇന്ന് രാത്രി അനീച്ചോർജിന് ഇവിടെ പ്രസംഗിക്കാറുള്ളത്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് ദൂതിലേക്ക് വരാം. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ദിവസം, യേശുവിനെ കല്ലറയിൽ അടക്കിയ ദിവസം, അടക്കിയപ്പോ ഒരു കൊച്ചു കാര്യം പറയണം. ഞാൻ ഈ വേദപുസ്തകം വായിച്ചപ്പം യേശുവിനെ അടക്കിയത് അരിമത്യക്കാരനായ യോസഫ് എന്ന് പറയുന്ന ഒരാളെ കല്ലറയല്ല. എനിക്ക് ആ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന്, അവൻ ചാകുന്നതിന് മുമ്പേ കല്ലറ വാങ്ങിച്ചു. രണ്ട്, അവൻ അവന് വേണ്ടി വാങ്ങിച്ച കല്ലറ യേശുവിന് കൊടുത്തു. എനിക്ക് വേദോസം വായിച്ചപ്പോൾ അവനൊരു ഭയങ്കര ഇഷ്ടം തോന്നി. ഒത്ത കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തേ. പക്ഷെ കണ്ടില്ല, അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചേ, കുറച്ചു നേരം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവന് ഇഷ്ടം കൂടിയിട്ടല്ല, ഇവന് പുസ്തകം അറിയാലോ. ഇവൻ അറിയാം യേശുവിന് കല്ലറ കൊടുത്താൽ 3 അന്ന് കല്ലറ തിരിച്ചു തരും. എടാ, നിങ്ങളുടെ നാട്ടിൽ ആരാ കല്ലറ കൊടുത്താൽ തിരിച്ചു കൊടുത്തവൻ? അതുകൊണ്ട് ഒരു പോക്കല്ലേ. യേശുവിന്റെ പ്രത്യേകത, അവൻ എന്തോ കൊടുത്താലും തിരിച്ചു തരും. ആരാധന കൊടുത്താൽ അനുഗ്രഹം തിരിച്ചു തരും. ആമേ, ആയുസ് കൊടുത്താൽ പുതിയൊരു ജന്മം നിനക്ക് തിരിച്ചു തരും. ആമേ, നീ അവൻ എന്ത് കൊടുത്താലും അവൻ തിരിച്ചു തരുന്നവനാ. ഒരു കൊച്ചു കാര്യം പറയാനാ ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടത്. അവൻ ആരാന്ന് പറയാനാ. അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ അവനെ അടക്കം ചെയ്തു. പാറ തുളച്ച്, ട്രില്ലർ കൊണ്ട് പാറ തുളച്ച് ചങ്ങലയിട്ട് കാളവണ്ടി ചക്രം കോളേജ് വലിയ കല്ലുരുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന മൊത്തം പേര് കൂടെ ചേർന്നാൽ ഉരുട്ടിക്കൊണ്ട് വന്നൊരു കല്ല് യേശുവിനെ ആമി കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് കല്ലുകൊണ്ട് അടച്ചു. ബെരലിവിടെ പീലാത്തോസിനോട് ചെന്ന് പറഞ്ഞു, ഇവ പറഞ്ഞിട്ടുണ്ട് ഈ മന്ദിരം പൊളിക്ക് 3-ാം ദിവസം അതിനെ പണിയാം. അതുകൊണ്ട് ഇവന്റെ ആൾക്കാർ ചെന്ന് മോട്ടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഒരിക്കലും അവൻ ഉയർത്താൻ പാടില്ല. പീലാത്തോസ് പറഞ്ഞോ, ഞാൻ ഏറ്റവും ഉയർക്കത്തില്ല. നല്ല പുള്ളി പറഞ്ഞ, കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആവോളം ഉറപ്പിച്ചോ. അകത്ത് കിടക്കുന്നവൻ പുനരുത്ഥാനമാണെങ്കിൽ ആരൊക്കെ ഉറപ്പിച്ചാലും എന്റെ യേശു കല്ലറ ഭേദിച്ച് പുറത്തു വരിക തന്നെ ചെയ്യും. അവിടെ ഒരു കൊച്ചു കാര്യം പറഞ്ഞേച്ച് ഞാനൊരു വാക്യത്തിലേക്ക് വരിക. യേശു കല്ലറയിരിക്കുമ്പോൾ ശിഷ്യന്മാർ 4 വഴിക്ക് ഓടി. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും എല്ലാം ഓടി. കാര്യം എന്താണെന്നറിയാമോ? റോമൻ പട്ടാളം തപ്പി നടക്കുക. ഈ പ്രാർത്ഥനക്കാർ എവിടെങ്കിലും ഉണ്ട് പിടിക്കാൻ. പത്രോസിന്റെ വീടൊക്കെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. അവിടെ ആൾപ്പാർപ്പില്ല. റോമൻ പട്ടാളക്കാരെ വീട്ടിലൊക്കെ കയറി ഇറങ്ങുക. മുഴുവൻ വീടുകളും അടഞ്ഞു കിടക്കാം. പക്ഷെ ഒരു വീട്ടിൽ മാത്രം വിളക്കുണ്ട്. ആ വീട്ടിനകത്ത് എന്തോ നടക്കുന്നുണ്ട്. ഒരു സ്ത്രീ ആ വീടിനകത്ത് എന്തോ ചെയ്യുക. ആ വീടിനകത്ത് എന്തോ ഭയങ്കര പരിപാടി നടക്കുക. ശിഷ്യന്മാർ ഒടുക്കം ചെന്ന് വാതുക്ക മുട്ടി. അതാരുടെ വീടെന്നറിയാമോ? മദ്ദലക്കാരത്തി മറിയയുടെ വീടാ. അവളോട് ചോദിച്ചു, നീ എന്തെടുക്കുക? അവള് പറഞ്ഞു, ഞാൻ സുഗന്ധവർഗങ്ങൾ ഇടിച്ചു ശരിയാക്കുക. എന്തിനാ? യേശുവിന്റെ ശരീരത്തിൽ പൂശ. വന്ന ശിഷ്യന്മാര് പറഞ്ഞു, എടാ, പത്രോസിനില്ലാത്ത, അന്ത്രയോസിനില്ലാത്ത, യാക്കോബിനില്ലാത്ത ഈ പ്രത്യേകത നിനക്കെന്താ? അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 7 ഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന എന്റെ ഭൂതത്തിന്റെ കെട്ടടിച്ചവന കല്ലറയ്ക്കകത്ത് തുറങ്ങുന്നേ. എനിക്ക് അവനെ കണ്ടേ മതിയാകും. അനുഭവമാകും
നിന്നെ കർത്താവിനോട് അടുപ്പിക്കുന്നത്. ഒരിക്കലെങ്കിലും ക്രിസ്തുവിന്റെ നാമം പേറി നീ ഒരു വിടുതൽ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നീ അവനോട് ഇന്ന് രാത്രിയിലും നന്ദിയുള്ളവനായിരിക്കണം. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൂതിലേക്ക് വരാം. യോഹന്നാൻ 20 വായിക്കണ്ട. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മദ്ദലക്കാരത്തി മറിയം മറ്റു മറിയും വിറയ്ക്കുന്ന കൈയോടെ സുഗന്ധവർഗമേറി കല്ലറയ്ക്ക് വരികയാണ്. അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്, കല്ലറയുടെ വാതിൽ അടച്ചിരിക്കുക, യേശുവിനെ കാണാൻ പറ്റത്തില്ല. റോമൻ പട്ടാളം ആമി തൊടല് കെട്ടി താഴിട്ട് പൂട്ടി മുദ്ര ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടോട്ട് അടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അവളകത്തെ ആഗ്രഹം അവർക്ക് യേശുവിനെ കാണണം. ഒരു സത്യം നിങ്ങളോട് പറയാം, എത്ര തടസ്സം മുമ്പിൽ ഉണ്ടെങ്കിലും യേശുവിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ എന്റെ യേശു ശക്തനാ. ഉറപ്പുള്ളവര് മാത്രമോ ആമീൻ പറഞ്ഞേ. അവള് കല്ലറയ്ക്കൽ എത്തിയപ്പോ ഒരു കാര്യം നടന്നു, അതൊന്ന് വായിക്കണം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. 500 പേർ ചേർന്ന് ഉരുട്ടി വെച്ച കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ദൂതൻ അണിവിരൽ കൊണ്ട് തിരിച്ചുരുട്ടി. വിശ്വസിക്കാമെങ്കിൽ ഒരു ആത്മീക ദൂതൂടെ പറയാം, ഒരിക്കലും നിന്റെ കുടുംബം ഉന്നതി പ്രാപിക്കാതിരിക്കാൻ ആരൊക്കെയോ ചേർന്ന് ഉരുട്ടി വെച്ച കല്ലിനെ ഇന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് തിരിച്ചുരുട്ടാൻ കഴിയുന്ന ദൂതൻ ഇന്ന് രാത്രി കൺവെൻഷൻ അകത്തുണ്ട്. വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വർഷങ്ങൾ കൊണ്ട് മാറാത്ത തടസ്സങ്ങൾ ഇന്ന് രാത്രി ശുശ്രൂഷയുടെ നടുവിൽ എന്റെ കർത്താവ് ഉരുട്ടി മാറ്റാൻ പറയാ. വിശ്വാസ കണ്ണാൽ കാണുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ചെലവ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെളിപ്പെടുകയാ. ശുശ്രൂഷയുടെ ദൂതിലേക്ക് വരാൻ പോവാ. ദൈവത്തിന്റെ സ്തോത്രം. റോമൻ പട്ടാളം ഇറങ്ങിക്കിടക്കുമ്പോ വേറൊരു പട്ടാളം ഇറങ്ങിയ റോമൻ പട്ടാളം അടങ്ങിയിരിക്കുവോ? ഇല്ല. എന്താ സ്വർഗത്തിലെ പട്ടാളം ഇറങ്ങിയപ്പോ ഭൂമിയിലെ പട്ടാളം മിണ്ടാൻ നിന്ന്? അടുത്ത വാക്യത്തിലുണ്ട്, അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമാണ്. അവന്റെ രൂപം മിന്നലിനൊത്തതാ. നല്ല ഇടിവെട്ടി മഴ പെയ്യുമ്പോ ആകാശത്ത് നോക്കിയാൽ മതി മിന്നൽ. ആദ്യം നോക്കുമ്പോ കണ്ണൊന്ന് വെട്ടും, പിന്നെ നോക്കിയാ പിന്നെ വെട്ടും, പിന്നെ നോക്കി നിന്നാ താഴെ പോകും. അതാ മിന്നൽ. വന്ന പുള്ളി കുറഞ്ഞ പുള്ളിയല്ല, സ്വർഗത്തിൽ നിന്ന് ഇടപാട് നടത്താൻ തമ്പുരാൻ ഇറക്കിയതാ ഒരുത്തനെ. വന്ന പുള്ളി മിന്നലാ. റോമൻ പട്ടാളക്കാരന്റെ കയ്യിൽ കുന്തമുണ്ട്, അവസരം കിട്ടിയ വെട്ടാൻ വാളുണ്ട്, പക്ഷെ കുന്തവും വാളും ഒക്കെ അവിടെ നിൽക്കും. ഇറങ്ങി വന്നവൻ മിന്നലാ. ജീസസ്. ശ്രദ്ധിക്കണേ, ആയുധമുണ്ടെങ്കിലും പലരും ആയുധം മാറ്റിവെക്കും. കാരണം ഇടപാട് നടത്താൻ ഇറങ്ങി വന്നവൻ മിന്നലാ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. പിന്നെ കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി. വന്ന പുള്ളി, നിങ്ങൾ ഭാവനയൊന്ന് കാണണേ, മിന്നൽ അവിടെ നിൽക്കുക, കുന്തം പിടിച്ചോണ്ട് ഒരാൾ ഇവിടെ നിൽക്കുക. ഒന്ന് നോക്കി, അപ്പൊ കണ്ണടച്ചു, പിന്നെ പിന്നെ കണ്ണടച്ചു, പിന്നെ പിന്നെ നോക്കാൻ പറ്റിയില്ല, ബോധം പോയി. ഇടപാട് നടത്താൻ ഇറങ്ങിയത് ഭൂമിയിലെ ആളല്ല, സ്വർഗത്തിലെ ആളാ. ഇന്ന് രാത്രി ഒരു സന്ദേശം കൂടെ വിളിച്ചു പറയാം. തമ്പുരാന്റെ ഇടപാട് നടത്താൻ ഇന്ന് രാത്രി സ്വർഗത്തിന് ദൂതന്മാർ ഇറങ്ങും ഇവിടെ. നാളിതുവരെ രക്ഷപ്പെടത്തില്ലെന്ന് വിധി പറഞ്ഞ ചിലവര് ചരിത്രം മാറ്റി രക്ഷപ്പെടുത്താൻ കഴിയുന്ന യേശു അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെ കൈകളെ ചേർത്ത് അടിച്ചേട്ട് ആ കൊല്ല് ഉരുട്ടി മാറ്റിയിട്ട് അതിന്റെ മീതെ കയറി ദൂതൻ ഇരുന്നു. മറിയേ, നീ വീട്ടിൽ നിന്നിറങ്ങുമ്പോ കണ്ട തടസ്സം നീ അവിടെ ചെല്ലുമ്പോ ദൂതന്റെ ഇരിപ്പിടമായി മാറും. ജീസസ്.
ഈ കൺവെൻഷന് വരാൻ നീ വീട് വിട്ടിറങ്ങിയപ്പോ കണ്ട തടസ്സം തിരിച്ചു ചെല്ലുമ്പോൾ അത് ദൂതന്റെ ഇരിപ്പിടമായി മാറട്ടെ. മറിയെ അന്വേഷിച്ചു വന്നവനെ കുറിച്ച് ദൂതൻ പറയുക, നീ അന്വേഷിക്കുന്നവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നവൻ ആരാണ്? പീലാത്തോസിൽ കൈകെട്ടി നിൽക്കുന്ന യേശു അല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള ദൈവമാവൻ. അവൻ ആരാന്നുള്ള ചോദ്യത്തിന് ഉത്തരം, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, അവന്റെ പേരാ യേശു. അവൻ ആരാന്നറിയുന്ന ഒരു വാക്യം ഈ രാത്രി യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ച് ചിന്ത തുടരാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7, 8, 10 വാക്യങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 4 verse 7, 8, 10 3 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അടുത്തത്, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. 10-ാം വാക്യം. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എല്ലാ കണ്ണും അടയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച്, ഹൃദയങ്ങൾ ഏകാഗ്രമാക്കി പ്രാർത്ഥിച്ച്, വായുകൾ തുറന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് രാത്രി യേശുവിന്റെ കരം ഇതിനകത്ത് ഇന്ന് രാത്രി ചലിക്കുക. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച്. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര അത്ഭുതങ്ങൾ നടക്കട്ടെ. യെസ്, ഹൃദയങ്ങൾ ഏകാഗ്രമാക്കി പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി സകലതും മറന്ന് കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ചേർന്നിരിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തെ തകർക്കുന്ന മുഴുവൻ ശക്തികളുടെ മേലും ഇന്ന് രാത്രി കർത്താവ് നിനക്ക് ജയം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട. അധരങ്ങൾ തുറന്ന് 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ച്, കർത്താവേ ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ തരണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ നിന്ന് വഴിമാറാൻ പോകുകയാണ്. ഒരിക്കലും നീ സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ രോഗങ്ങൾ, അസ്ഥിയുടെ രോഗങ്ങൾ, നടുവിന്റെ രോഗങ്ങൾ, ഒരിക്കലും കുനിയാൻ പറ്റത്തില്ലെന്ന് പറയുന്ന രോഗങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ ഈ രാത്രി നീ സൗഖ്യമാകുന്ന രാത്രിയാ. എല്ലാ കണ്ണുമടച്ച് പ്രാർത്ഥിച്ച് ഈ രാത്രി വചനത്തിന്റെ ശക്തി വ്യാപരിക്കുക. നിന്റെ അസ്ഥികളിൽ കർത്താവ് സ്പർശിക്കുക, നിന്റെ അവയവങ്ങളിൽ കർത്താവ് സ്പർശിക്കുക. ഇന്ന് രാത്രി നടുവിന് വേദന ഉള്ളവരുടെ മേൽ കർത്താവിന്റെ കൈ തൊടുകയാ. നിന്നെ തളർവാദ രോഗിയെ പോലെ ഈ ഗ്രൗണ്ട് മുഴുവൻ യേശുവിന്റെ തേജസ്സ ഇറങ്ങുകയാ. The blood of Jesus. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അടുത്തു വരികയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രി പ്രവർത്തിക്കുന്ന രാത്രിയായതുകൊണ്ട് സ്തോത്രം. തൃക്കൈ നീട്ടി രോഗത്തെ സുഖപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന അങ്ങ് വലതു കൈയിൽ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറ, ഇന്ന് കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം ചെയ്യും. വാക്യത്തിലേക്ക് വരാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ് വായിച്ചത്. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. ഇന്ന് രാത്രി ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർക്കാൻ നീ തയ്യാറായാൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ നിന്ന് പലതും ഓടുന്ന രാത്രിയാണ്. അടുത്ത വാക്യം, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. 3-ാമത്തെ വാക്യം, കർത്താവിന്റെ സന്നിധി താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഒരു കാര്യം ഉറപ്പാ, ഏതൊക്കെയോ വീടുകൾക്കകത്തുനിന്ന് എന്തൊക്കെയോ ഇന്ന് രാത്രി ഓടാൻ പോവാ. ആരൊക്കെയോ ഇന്ന് രാത്രി യേശുവിനോട് അടുക്കാൻ പോകുക. ആരെയൊക്കെയോ കർത്താവ് ഇന്ന് രാത്രി ഉയർത്താൻ പോകുക. 3 കാര്യം പ്രസംഗിക്കുമ്പോൾ യോഗം തീരും. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാണ്.
ഒരു കാര്യമേലും നിങ്ങളുടെ മനസ്സിലോട്ട് കയറ്റാൻ ഞാൻ ഇന്ന് രാത്രി ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ഒടുവിലത്തെ കാര്യം വിടുക. ഇടയ്ക്ക് നിൽക്കുന്ന കാര്യം, അതായത് 8ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു കേൾക്കാം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അവൻ നിങ്ങളോടും അടുത്തു വരും. ഒരു ചോദ്യം, ദൈവത്തോട് അടുക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത? ഒരു കുപ്പി വിസ്കി കുടിക്കുന്നവനും രാത്രി വീട്ടിൽ വന്ന് എന്താ വിഷയമെന്ന് പാട്ടും പാടി മുട്ടുകുത്തി 91 സങ്കീർത്തനം 3 വട്ടം വായിച്ച മുട്ട കമന്ന് കിടന്ന് പ്രാർത്ഥിച്ച ഉറങ്ങുന്ന അവനും ദൈവത്തോട് അടുക്കാനാ ഇഷ്ടം. നാമീ പറയുന്നില്ല. സ്തോത്രം. സകല മനുഷ്യരും. എന്നാണ് ഒരു കുടിയനോട് പറഞ്ഞു, ബ്രദറെ കുടിച്ചോടെ കിടന്നാലും ദൈവമേ എന്ന് വിളിച്ച് അവിടെ കിടക്കുന്നു. മിണ്ടുന്നില്ല. പേപ്പറിൽ എല്ലാ ദിവസവും വായിക്കുന്നില്ലേ, പാമ്പ് കടിച്ചു മരിച്ചുപോയി, കരിമൂർക്കം കടിച്ചു, 8 അടി മൂർക്കം കടിച്ചു, അണലി കടിച്ചു. എന്നാൽ ഒരു കുടിയനെ പോലും പാമ്പ് കടിച്ചെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. കാര്യം പാമ്പിന് പോലും അവനെ പേടിയാണ്. മിണ്ടുന്നില്ല. ഞങ്ങൾ ഒരിക്കൽ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു ധനാഢ്യനായ മനുഷ്യൻ ഓടെ കിടക്കുന്നു, സൂട്ടും കോട്ടും ഇട്ട് ഒരു കമ്പനി വീട്ടിൽ പോയാ ബാറിത്തോട് കുടിച്ച് വണ്ടി എടുക്കാൻ വയ്യ, ഓട്ടോറിക്ഷ വിളിക്കാൻ വയ്യ, ഓടെ കിടന്ന് ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. എന്തടിപൊളിയായിട്ടാ കിടക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ സകല മനുഷ്യർക്കും ദൈവത്തോട് അടുക്കാൻ മനസ്സാ. സുവിശേഷം ഇഷ്ടമല്ലാത്തവനും ദൈവത്തോട് അടുക്കാൻ മനസ്സുണ്ട്. അവൻ ഇഷ്ടമല്ലേലും പതിഞ്ഞ് കേൾക്കുന്നു. അതിന്റെ കാരണം ദൈവത്തോട് അടുക്കുന്നത് സകല മനുഷ്യർക്കും ഇഷ്ടമാണ്. ശ്രദ്ധിക്കണം. പക്ഷേ ചിലര് പറയാറുണ്ട്, അടുത്തോ ഒരു പരുവത്തിനൊക്കെ അടുത്താ മതി, ഒത്തിരി അടുക്കരുത്, അടുത്ത കുഴപ്പമോ. ഞാനും പറയുക, ഒത്തിരി അടുക്കരുത്, അടുത്ത കുഴപ്പമോ. അടുത്താൽ നീ അങ്ങോട്ടടുത്താൽ അവൻ നിന്നോടടുക്കും. അവൻ നിന്നോടടുത്താൽ നിന്നോടടുത്ത പലതും ഇന്ന് രാത്രി അകലും. ഇന്ന് രാത്രി അടുക്കാൻ തീരുമാനമെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഈ സ്ഥലത്ത് നീ വന്ന് സ്തോത്രകാഴ്ച ഇഷ്ടമല്ല ചോദ്യം, മനസ്സുകൊണ്ട് അടുക്കാൻ തയ്യാറായാൽ നിന്നോട് അടുക്കാൻ ഈ രാത്രി യേശു തയ്യാറാ. ഈ അടുത്തോ എന്ന് പറഞ്ഞ അങ്ങനെ ആരും അടുക്കുകയല്ല. ആമേൻ. ചിലര് പറയും അടുക്കാം, ഒന്ന് പഠിക്കണം. പഠിച്ച് 15 വയസ്സായില്ലേ, ഇന്നേലും ഒന്ന് പഠിത്തം നിർത്തി അടുക്കാം. അടുക്കാൻ മനസ്സ് കാണിച്ചാൽ അവൻ നിന്നോട് അടുക്കും. ഇപ്പോഴാണ് ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നെങ്കിലും ക്രിസ്മസിനൊക്കെ ഇത്തിരി കുടിക്കുകയെ മിണ്ടുന്നില്ല. എന്റെ വീടിന് 5 വീട് അപ്പുറത്ത് ഒരു വെള്ളിയാഴ്ച വെടിപ്പിന്നെ 4 മണിക്ക് ഒരു ഒറ്റ വെടിയാ. അയ്യോ, ഞങ്ങളത് ഓടിച്ചു, ചത്തുപോയത് ഹാർട്ട് അറ്റാക്ക്. അയ്യോ എന്ന് പറഞ്ഞ് കയ്യിലിരുട്ടി ഒരുത്തനിടിക്കുക. ഞങ്ങൾ അയലോകത്തെ വീട്ടുകാർ മൊത്തം ഓടിച്ചു, കുലിക്ക് വിളിച്ചു, പാമ്പ് കടിച്ചാന്നോ ബോധം പോലെ. ഒരു മനുഷ്യൻ പറഞ്ഞു അയ്യോ അയ്യോ. അവസാനം ചോദിച്ചു എന്താ? യേശു മരിച്ചെന്ന്. ദൈവമില്ലെന്ന് പറയുന്ന സകല മനുഷ്യരുണ്ട്. എങ്ങനെ ദൈവമില്ലെന്ന് പറയാൻ പറ്റും? നിനക്ക് നിന്നെ തന്നെ നോക്കിയാൽ അറിയാം ദൈവമുണ്ടോ. മിണ്ടുന്നില്ല. യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 3 ചപ്പാത്തിക്ക് 2 കോഴിക്കാലിനും പിടിപെടി നടത്തി. ചത്ത കോഴിയെ പിള്ളേർ ചാവി, ചിലർ കാല് കടിച്ചു പഠിക്കുന്ന കോഴി തന്നെ പറയും എന്റെ പൊന്നു കുഞ്ഞ് എന്നെ അങ്ങ് വിടാ. പിടിപെടി നടത്തിച്ച് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ട് കൂർക്കം വലിച്ചോളണം. ചിലർ ഉറങ്ങിയ പഞ്ചായത്തിൽ പിന്നെ അത് ഉറങ്ങുകയില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം ഉറങ്ങുന്നില്ല. നിങ്ങൾ കടിച്ചത് ചെറുകൂട്ടിലേക്കും വൻകൂട്ടിലേക്കും വൻകൂടത്ത് ആമ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. രാത്രി പണി നടക്കുക. രാത്രി മിഷൻ ഓഫായ രാവിലെ അടക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം എന്റെ ദൈവത്തിന് സ്വത്രമെന്ന്. ഞങ്ങളുടെ അവിടെ ഒരു അച്ഛൻ സിംഗപ്പൂരിൽ പോകാൻ സൂട്ടും കോട്ടും ഒക്കെ തേച്ചയലിട്ടച്ച് പോയി കിടന്നുറങ്ങി. ഒരച്ഛനല്ല, ഒരു 1.5 അച്ഛൻ. അച്ഛൻ്റെ മോക്കൊരു മോളുണ്ട്.
പല്ല് വിളിക്കുന്ന പ്രായം. അപ്പച്ച 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 എന്നൊക്കെ വിളിച്ചോണ്ട് വരുന്ന പ്രായം. അപ്പച്ച അപ്പച്ച എന്നൊക്കെ വിളിച്ചപ്പം അടുക്ക വന്നപ്പോ അപ്പച്ചന് ഉടുപ്പില്ലാതെ കടലേ കിടക്കുക. ആ കൊച്ചിനെ എടുത്ത് നെഞ്ചത്തോട്ട് കടത്തി. കൊച്ച് ഇത്തിരി രോമമൊക്കെ കണ്ട് എന്റെ മടക്കി 2 അടിയും 2 കാട്ടിയും 2 ഉമ്മയും. ഒരു 1.5 ഏക്കർ ഭൂമി കിടക്കുന്ന കൊച്ചു കടന്നു ഉരുളുകയൊക്കെ ചെയ്യും. രാവിലെ സിംഗപ്പൂർ ഇപ്പം കിടക്കുക. 2 ഉമ്മ മോളെടുക്കാൻ വന്നത് വേണ്ട കിടക്കട്ടെന്ന് പറഞ്ഞു. കേട്ടെന്ന് അമ്മ ഉല്ലസിക്കുക. മോള് പോയി കിടന്നുറങ്ങി. രാത്രി 2:30 കൊച്ച അലറുക. അത് അമ്മ അമ്മന്ന് പറഞ്ഞ് അലറുക. അപ്പച്ചൻ അനക്കമില്ല. കൊച്ചിനെ വന്ന് ഭാര്യ എടുത്തപ്പോഴാണ് അറിയുന്നേ അപ്പച്ചന് രാത്രി 12:30 പെർമനന്റ് വിസ അടിച്ചു. അപ്പച്ചൻ പോയെന്ന്. കൊച്ച 1.5 ഏക്കർ ഭൂമി കിടക്കുന്നവരെ കിടന്നതാ. പക്ഷെ രാത്രി പോയി. ഇത്രയേ ഉള്ളു മനുഷ്യന്റെ കാര്യം. പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ പ്രത്യേകത മരിച്ചാലും ജീവിക്കും. മരണം ഒരു അവസാനമല്ല, മരണം ഒരു പ്രമോഷനാ. വിശ്വസിക്കുന്നവനും നിത്യജീവൻ ഉണ്ട്. ഇനി വിഷയത്തിലേക്ക് വരാം. ചില പറയും ബ്രദറെ ഒത്തിരി അടുക്കല്ല, അടുത്താ കുടിക്കാൻ പറ്റുകയല്ല. ഞാനൊരു വീട്ടിൽ ഒരിക്കൽ കയറി ചെന്നപ്പം വളരെ മനോഹരമായ വീടാണ്. ആ വീട്ടിലെ അങ്കിളും ആൻറ്റിയും ഒക്കെ വന്നപ്പോൾ പ്രൈസലോടൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ടീ പോലെ ഒരു ആശ്രയമുണ്ട്. ആശ്രയിക്കകത്ത് 3-4 സിഗരറ്റ് കുറ്റിയുണ്ട്. ചായ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഉള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടാന്നോ? പിന്നെ കൃപയാൽ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതോ? അല്ല അച്ഛൻ 100 സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നതാ, ഇപ്പോൾ ഒരു 5 എണ്ണേ വലിക്കുന്നുള്ളൂ. ഇതാണ്ട മിണ്ടുന്നില്ല. കുഞ്ഞെ മാനസാന്തരം എന്ന് പറഞ്ഞ 100 സിഗരറ്റ് 5 ആക്കുന്നതല്ല, ഒരു കുപ്പി ഒരു പെഗാക്കുന്നതല്ല, ചീട്ട് കളി നിർത്തി കളി പറഞ്ഞു കൊടുക്കുന്നതല്ല. ചില കളി നിർത്തി പറഞ്ഞു കൊടുക്കും, മോനെ തുറുപ്പിടിന് എടുത്തുകൂടോ, ജോക്കർ എടുത്തിട്ട്. ശ്രദ്ധിക്കണം, അതല്ല മാനസാന്തരം. മാനസാന്തരം ഞാൻ മനസ്സുണ്ടാകുന്ന മാറ്റമാണ്. ചിലര് പറയാറുണ്ട് ബ്രദറെ അടുക്കല്ലേ, അടുത്ത പ്രശ്നമാണ്. ഞാനും പറയാം അടുക്കരുത്, അടുത്ത പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, അടുത്താൽ ഇന്ന് രാത്രി അവൻ നിന്നോടും അടുക്കും. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാകും, അവനോട് അടുക്കാൻ തുടങ്ങിയാൽ അത് ഭയങ്കരമാത്രേ. ഇനി ഒരു കാര്യം, അങ്ങനൊന്നും ആർക്കും ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല, അതാണ് വിഷയം. ഇനി ഞാൻ അടുക്കണമെന്ന് വിചാരിച്ചാലും അങ്ങനൊന്നും അടുക്കാൻ പറ്റത്തുമില്ല. നമുക്കൊരു വാക്യം വായിച്ചോണ്ട് ചിന്ത തുടങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അപ്പോൾ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവനാ മതി മതി. ഇവിടെ സക്കായി എന്ന് പേരുള്ള ഒരു മനുഷ്യനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. സക്കായി അറിയാവുന്നവരുന്ന് കൈ നോക്കിക്കേ. അറിയത്തില്ലയോ? പുസ്തകം വായിച്ചപ്പോ ആ പുള്ളിയെ പയ്യയില്ലേ? അങ്ങനെ വലിയ കൈ നോക്കിക്കേ. എല്ലാവരും ഉണ്ട്. സക്കായി, ഞാനേ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് മസ്കറ്റിൽ പോയപ്പം അവിടെ ഒരു കാട്ടത്തി ഉണ്ട്. അതിന്റെ അടി എഴുതി വെച്ചിട്ടുണ്ട് സക്കായി കയറിയ കാട്ടത്തി. അതിന്റെ കീഴിൽ ഒരാൾ സ്വോത്രാഴ്ച ഇടുന്നു. അതിനപ്പുറത്ത് ഇയ്യോബ് ചൊറിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരാൾ സ്വോത്രാഴ്ച ഇടുന്നു. ഇയ്യോബ് ചൊറിഞ്ഞിടത്ത് എന്തിനാ സ്വോത്രാഴ്ച ഇടുന്നത്? ഇത് എവിടെ ഇടാന്ന് അറിയാത്തവൻ എവിടെയും കയറി ഇടുക. വിഷയത്തിലേക്ക് വരാം. ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ, സക്കായിയുടെ മനസ്സിലൊരാശ ഈശോയെ കാണാൻ. എന്റെ പ്രാർത്ഥന ഇന്ന് രാത്രി അതാ. സുവിശേഷ പ്രസംഗം കേൾക്കുന്ന ചിലരുടെ മനസ്സിൽ യേശുവിനെ കാണാൻ ആശയുണ്ടാകും. സ്തോത്രം. യേശുവിന്റെ കാലത്ത് ഇങ്ങനെ മൈക്കൊന്നും വെച്ച് കെട്ടി സുവിശേഷം നടത്തണ്ടായിരുന്നു. അതിന്റെ കാരണം പറയാം, യേശുവിന്റെ ഒറ്റ യോഗത്തിൽ കൂടിയവൻ അന്ന് തന്നെ രക്ഷിക്കപ്പെട്ടേ പോകും. ഇതാണ് ആമീൻ വരുന്നില്ല. പറയാം ഞാനൊരു കാര്യം. ഒരു വീട്ടില് യേശുവിന്റെ കാലത്ത് ഒരു കൊച്ചു കാര്യം പറയാം. ഒരു വീട്ടില് ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചു. അവന്റെ ഭാര്യ ഒന്നി അവൾ ഗർഭസ്ഥയ, അല്ലെ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു.
അതിന് തെളിവില്ല, വേദോസത്തിന്റെ കാര്യമാണ്. ഒരു ദിവസം ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് രാവിലെ ഭാര്യ നല്ല പുട്ടും കടല ഉണ്ടാക്കി. പുട്ടും കടലയും ഞെക്കിക്കടിച്ചോണ്ടിരിക്കുമ്പം ഹാർട്ട് അറ്റാക്ക് പുറകോട്ട് വീണ് മരിച്ചു. ഭർത്താവ് മരിച്ചപ്പോ ഭാര്യ അലറിക്കറിഞ്ഞു, അയ്യോ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാണോ, എന്റെ കൊച്ചിനെ അനാഥയാക്കി എന്നെ വിധവയാക്കി വെച്ചു നീ പോവാണോ? അവൾ ആ ശവപ്പെട്ടിയെ ആമി കെട്ടിപ്പിടിച്ച് കിടന്ന് അലറിക്കരഞ്ഞു. ഇത് പറഞ്ഞപ്പോഴാ ഒരു കൊച്ചു തമാശയോടെ പറയാം. ഒരിക്കലും മനുഷ്യന് ഹാർട്ട് അറ്റാക്ക് വന്ന് ചാകാറായി കിടക്കുക. അപ്പൊ അദ്ദേഹം ഭാര്യ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഡി ഞാൻ തത്ത് കഴിയുമ്പോൾ അടക്കം ഒന്ന് വലിയ ആശ്മൂഷാക്കി കളയരുത്, FD ഒക്കെ നിന്റെ പേര് ഒപ്പിട്ട് തരാം. കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്, റബ്ബറും തോട്ടത്തിലാണല്ലോ, അതുകൊണ്ട് ഇവിടെ പറയാം. വിട്ടുപാലൊന്നും കളയാതൊക്കെ എടുത്തെല്ലാം നോക്കി വീട് നന്നായിട്ട് പോറ്റണം. പിന്നെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ നീ നന്നായിട്ട് ജീവിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ മരിച്ച 6 മാസം കഴിയുമ്പോൾ അങ്ങേരെ രാജനെ നീ കല്യാണം കഴിക്കണം. അപ്പൊ അവളി വെച്ചു, മനുഷ്യ നിങ്ങൾ എന്താ പറയുന്നേ, ഞാൻ കല്യാണം കഴിക്കണം, അതും അങ്ങേരെ രാജനെ? അവനാരാ? നമ്മുടെ ശത്രു, അവനെ ഞാൻ കല്യാണം. അപ്പൊ പുള്ളി ചിരിച്ചോണ്ട് പറയാം, അല്ല അവനും ഒന്ന് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചാ. പോട്ടെ, മനസ്സിലായവർക്കായി ഞാൻ സ്തുതിക്കുക. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ മരിച്ചു. ആദ്യത്തെ വിലാപയാത്ര ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. ഇനി ഇത്തരം പറയുമ്പോൾ കൊച്ചു കാര്യം കൂടെ പറയാം. ഒരു സ്ത്രീ ഒരിക്കൽ മരിച്ചു. മരിച്ചെന്നെ ഭർത്താവ് ശവമടക്കിന്റെ അടുക്കൽ നിൽക്കുക. അന്ത്യമായി ഭർത്താവിന് വർത്തമാനം പറയാൻ സമയം കൊടുത്ത് അദ്ദേഹം മൈക്കെടുത്ത് പറഞ്ഞു, എന്റെ ഭാര്യ നല്ലവളായിരുന്നു, അവളെ എനിക്ക് പ്രിയയായിരുന്നു, എന്റെ നാട്ടുകാർക്ക് അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. ഇങ്ങനെ അവളെ വർണ്ണിച്ചിട്ട് പറഞ്ഞു, കടയിൽ നിന്ന് കവർപ്പാല് വാങ്ങി കുടിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു പശുവിനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പശുവിനെ കറക്കാൻ രാവിലെ പോകും, പശു മർമ്മത്ത് തൊഴിച്ചാണ് അവള് മരിച്ചത്. കഷ്ടമായി പോയി. ഇത് പറഞ്ഞപ്പം ജുബായിട്ടൊരു അച്ഛൻ പുറകിൽ നിന്ന് ഓടി വന്ന് വെച്ച് ചെവി പറഞ്ഞു, 2 ലക്ഷം രൂപ തരാം, പശുവിനെ ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് വേണം. മനസ്സിലായവർക്കായി ഞാൻ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചു പറയാം, കേൾക്കണം. കർത്താവിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവിന് സ്തോത്രം. ആ മരണം കഴിഞ്ഞു. ആദ്യത്തെ വിലാപയാത്ര ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ കൊച്ച വളർന്നു. 1ാം ക്ലാസ്, 3ാം ക്ലാസ്, 8ാം ക്ലാസ്, +2 എഞ്ചിനീയറിംഗ്. അവൻ പഠിച്ചു. ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചു. അവന്റെ അമ്മ അവന് നല്ല അപ്പവും കറിയും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനും പുറകോട്ട് വീണ് മരിച്ചു. 2ാമത്തെ മരണം. നയ്യിലെ വിധവയുടെ കാര്യം പറഞ്ഞ 2ാമത്തെ മരണം. ശ്രദ്ധിച്ചു കേൾക്കണം. ആ വീട്ടിൽ നിന്ന് 2ാമത്തെ വിലാപയാത്ര ഇറങ്ങുക. ശ്രദ്ധിച്ചു കേട്ടേ. കർത്താവിന്റെ സ്തോത്രം. ആ വിലാപയാത്ര ഭാവനയൊന്ന് കണ്ടേ. ചിലര് ചാകുമ്പോ ജീവിക്കുമ്പോ എങ്ങനെ ജീവിച്ചാലും ചാകുമ്പം ഭയങ്കര അടക്കമാണ്. പോട്ട് ശ്രദ്ധിക്കുക. അതിന് ഞാൻ എതിരില്ല. എന്തായാലും വേണ്ടിയല്ല. അവൻ അവിടുന്ന് ബാൻഡ്യമേള, ഈ വാദ്യോപകരണങ്ങൾ ഇത്ര ഇവിടെ ഉള്ളൂ. ഞാൻ എത്ര നോക്കിയാ ഊതുന്ന സാധനം ഇവിടെ കണ്ടില്ല. ഇനി അതുകൂടെ ഒരെണ്ണം വാങ്ങിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളുടെ പാസ്റ്റോട് പറയാം, അതുകൂടെ ഒരെണ്ണം വാങ്ങിക്കണോ. ഇരിപ്പുണ്ടോ? ആള് വന്നില്ല. അതുണ്ടായിരുന്നു. അത്രയും ഒരു 6 എണ്ണം ഊതി 2 മണി. ഇതൊക്കെ അടിക്കുമ്പോ ഉണ്ടല്ലോ, ശ്രദ്ധിക്കണേ. ഈ സമയമാനത്തിലെ പാട്ടാ മിക്കവാറും പാടുന്നേ. അത് പാടി വരുമ്പോ കറുപ്പിച്ചാത്ത് കൊണ്ട് കാവേരിൽ കൊച്ചമ്മയും പെട്ടെന്ന് കത്തി മേപ്പോട്ട് നോക്കി ഇങ്ങനെ നിൽക്കും. കാര്യം എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞ. ശ്രദ്ധിക്കണം. ആ പാട്ട് നോക്കി. ആ വിലാപഗാനം ഇങ്ങനെ, വിലാപയാത്ര ഇങ്ങനെ വരിക. അതിന്റെ മുമ്പിൽ ഭയങ്കര പാട്ട് പാടിക്കൊണ്ട് വരിക. സമയമാൻ രഥത്തിൽ. നമുക്ക് അതൊന്ന് പാടിയാ തന്നെ വല്ല കുഴപ്പമുണ്ടോ? ഇവിടുത്തെ പേടിയൊന്നും ഇല്ലല്ലോ. എന്നാ ഒന്ന് പാടാൻ പോവാ. കർത്താവിന്റെ സ്തോത്രം. അതൊക്കെ ആശാനുപദേശി പാടുവാൻ ഇപ്പാരും പാടാറില്ല. പാടാൻ ഒന്നിച്ചറിയാം.
യേശുവേ നിനക്ക് സ്തോത്രം. വേഗം അങ്ങേ കാണാം ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം. വേഗം അങ്ങേ കാണാം ഞാൻ. പേടി വരാത്തവനോട് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളാരും പേടിച്ചില്ല. ശ്രദ്ധിക്കണേ, ആ വിലാപയാത്ര ഇങ്ങനെ വരുമ്പോ യേശു കേറിയ യാത്രയിൽ ഇടപെട്ടു. ഒരു സന്ദേശം പറയാം, ഈ രണ്ടാമത്തെ രാത്രി നിന്റെ ചില പദ്ധതിക്കകത്ത് കർത്താവ് കയറി ഇടപെടാൻ പോവാ. ഇന്ന് വരെ നടക്കാത്ത ചിലവ് ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് യേശു ചെയ്യാൻ പോകുകയാ. അത് വിശ്വാസത്തെ കാണുന്നവർ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. യേശു കയറി ഇടപെട്ടു. യേശു പറഞ്ഞ് സ്ത്രീയോട് പറയാം, കരയണ്ട. ഒരു സത്യം പറയാം, ഞങ്ങൾ ഇങ്ങനെ അലറാൻ കാര്യം എന്താ? കരയണ്ട എന്ന് പറയാൻ കഴിവുള്ള ഒരേ ഒരാളെ ഭൂമിയിലുള്ളൂ. അവന്റെ പേരാ യേശു. കരയണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ആശ്വാസമല്ല, കരച്ചിൽ ഇപ്പം നിർത്താമെന്ന. യേശു കൈ കാണിച്ചപ്പം ബാൻഡൂട്ടുകാരൻ നിർത്തി വന്നു. യേശു മഞ്ചത്തെ ചൊട്ടു. എന്നെ ഭവനിലത് കണ്ടേ, പെട്ടിക്കകത്ത് കിടന്ന പുള്ളി എഴുന്നേറ്റിരുന്നു. അടക്കാൻ പോയ ആൾക്കാരെല്ലാം കൂടെ അന്തം വിട്ട് നിൽക്കുക. ഭയങ്കര ഇടപാടുണ്ട്. ഈ ബാൻഡുകാരെല്ലാം കൂടെ അന്തം വിട്ട് യേശുവിനെ നോക്കി. എന്റെ കാര്യം പറയാം, ഞങ്ങളുടെ പണി പോയെന്നാ നോട്ടം. കർത്താവ് പറഞ്ഞ് പണി പോയില്ല, ഊതിക്കോ, പക്ഷെ താളം മാറ്റി ഊതണം. കാരണം ഇതുവരെ ഇത് വിലാപയാത്രയാ, ഇനി ഇത് ഘോഷയാത്രയാ. വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് പറയാം, ഇന്ന് രാത്രി നീ വന്നത് നിരാശയോടാണെങ്കിൽ തിരിച്ചു പോകുന്നതൊരു ഘോഷയാത്രയായിട്ടായിരിക്കും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന രാമീ പറഞ്ഞാട്ട് ഇന്ന് രാത്രി കരഞ്ഞോണ്ട് വന്ന നിന്നെ ഞാൻ ആ ഘോഷയാത്രയെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാം കേട്ടോ. പെട്ടിക്കകത്ത് എഴുന്നേറ്റിരുന്നവൻ ശ്രദ്ധിക്കണം. പെട്ടിക്കകത്തൊന്ന് വെളിയിലിറങ്ങി. അവൻ വല്ലോ ഈ യോഗത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, ഈ സ്റ്റേജിലെങ്ങാണ് അവൻ ഉണ്ടായിരുന്നേ, ഇവിടെ അവൻ ഇളക്കി മറിച്ചേനെ. സ്തോത്രം. അനങ്ങാതിരിക്കുന്നവരൊക്കെ തന്നെ ഇന്ന് രാത്രി അനങ്ങിത്തുടങ്ങിയേനെ. ഞാൻ ഒരു കാര്യം കൂടെ ഭാവനപ്പെട്ട, ആ ശവമഞ്ചത്തിന്റെ മുമ്പിൽ കിടന്നുകൊണ്ടൊരു നൃത്തം. അവൻ നൃത്തം ചെയ്യുന്ന കണ്ടപ്പം നോക്കി നിന്നവരും അറിയാതെ നൃത്തം ചെയ്തു. എന്റെ ഭാവന ഞാൻ പറയുക, ശ്രദ്ധിക്കണം. അവൻ കുറെ നേരം നൃത്തം ചെയ്തപ്പോ അവൻ തോന്നുന്നു ആർക്കും പ്രയോജനമില്ലാത്തൊരു കാര്യം മഞ്ചത്തെ ഇരിപ്പുണ്ട്. എന്താന്ന് പറയാ? മിണ്ടുന്നില്ല. ശവപ്പെട്ടി അത് അടക്കാൻ മാറ്റാ, എന്നാ വീട്ടിൽ കൊണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് വെക്കാന്ന് ആരും വിചാരിക്കോ? മിണ്ടുന്നില്ല. അടക്കാൻ മാറ്റത് അടക്കാൻ ഒത്തില്ല, എന്നാ വീട്ടിൽ കൊണ്ടുവെക്കാം. ഫ്രിഡ്ജിന് വരാം മുളക് പൊടി ആരും വെക്കത്തില്ല. അവനാ പെട്ടിയെടുത്ത് തലയിലോട്ട് വെച്ചോണ്ടാ നൃത്തം. എന്തിനാ? പാക്കറിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കാനാ. ആ ഊത്തുകാരെ താളമൊക്കെ ഒന്ന് മാറ്റി അവരെന്തായിരിക്കും പാടിയേ? അവരൊരു സന്തോഷത്തിന്റെ ഗാനം പാടിയേ. ആ ഘോഷയാത്രയുടെ മുമ്പിൽ ആ ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. ഒന്നിച്ച കൈകളെ ഒന്ന് അടിച്ച് ഒരു 2 പാട്ടുകൾ ഒന്ന് പാടി ചോദിച്ചേ. മറന്നാലും ചാവയുണ്ട് മറന്നാലും അവരുന്നെ മറക്ക മാട്ടാ. നമ്പറുന്നെ മറന്നാലും ഉറ്റാറുന്നെ മറന്നാലും അവരുന്നെ മറക്ക മാട്ടാ. തായുന്നെ മറന്നാലും തന്തയുന്നെ മറന്നാലും അവരുന്നെ മറക്ക മാട്ടാ. നമ്പറുന്നെ മറന്നാലും മറന്നാലും അവരുന്നെ മറക്ക മാട്ടാ. കരം പിടിച്ച് നടത്തിടുവാ, കൺവളമേ നിറത്തിടുവാ. കരം പിടിച്ച് നടത്തിടുവാ, കൺവളമേ നിറത്തിടുവാ.
ഭൂലോകം വന്നാലയാ മനുഷ്യനെ രക്ഷിക്കവേ പരലോകത്തിലേക്ക് സിലുവയിൽ സുമന്താലയാ പാപങ്ങൾ പോക്കവേ പാപങ്ങൾ നീക്കവേ ഭൂലോകം വന്നാലയാ മനുഷ്യനെ രക്ഷിക്കവേ പരലോകത്തിലേക്ക് സിലുവയിൽ സുമന്താലയാ കണ്ണീരെ തുടങ്ങാലയാ സന്തോഷം തന്നാലയാ കണ്ണീരെ തുടങ്ങാലയാ സന്തോഷം തന്നാലയാ ഒരു നല്ല കൈയടി കർത്താവിന് കൊടുത്തേ. ഹല്ലേലൂയ. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. നോക്കിക്കേ, എടാ ഈ ഘോഷയാത്ര കണ്ട നാൽക്കവലയിൽ 4 മണിക്ക് നിൽക്കുന്നവൻ ഷട്ടർ താത്തിട്ട് മുണ്ടിന്റെ മേക്കൂത്തടിച്ച് കഞ്ചവച്ച് മടക്കി നടക്കും. മുമ്പേ പെട്ടി പോയവൻ ഇപ്പൊ പെട്ടി എടുത്ത് തലേ വെച്ചോണ്ട് വരിക. പാക്കരൻ അന്ന് പെട്ടിക്കച്ചവടം നിർത്തി. യേശുവിന്റെ കാലത്ത് അന്ന് നിർത്തി. അവനെ പറയാം, നോക്കിയേ, ആ ഘോഷയാത്ര എങ്ങോട്ടാ പോകുന്നേ? ആമീൻ, ആ മരണ വീട്ടിലേക്ക് തിരിച്ചു പോവുക. വിശ്വസിക്കാൻ നമുക്ക് സന്ദേശം പറയാം. 2 വിലാപയാത്ര പടിയിറങ്ങിയ വീട്ടിലോട്ട് ഒരു ഘോഷയാത്ര തിരിച്ചു കയറുക. വിശ്വസിച്ചാൽ ഒരു ദൂത് പറയാം. നിന്റെ വീട് ശപിക്കപ്പെട്ടെന്ന് ഈ ദേശം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും ഈ രാത്രി, 2ാമത്തെ രാത്രി, നിന്റെ വീടിനെ ലക്ഷ്യമാക്കി ഒരു ഘോഷയാത്ര തിരിച്ചു കയറാൻ പറയാം. യേശുവിന്റെ കാലത്ത് യേശു എന്ന് പറഞ്ഞ ആള് കൂടാൻ കാര്യം പറയാം. ഇന്നലെ പോയി എന്നെ ഭവനെ കണ്ടേ, ഇന്നലെ പോയി റീത്ത് വെച്ച് അനുശോചനം പറഞ്ഞ രാഷ്ട്രീയ നേതാവ് 4 കവല നിൽക്കുമ്പോ ജീൻസും ടീഷർട്ടും വേണ്ടി ഇവനും നിൽക്കുന്ന കവലെ. ആദ്യത്തെ ബസ് പോയിട്ട് രാഷ്ട്രീയക്കാരൻ കയറുന്നില്ല. കാര്യം പുള്ളിയുടെ ബോധം പോയി നിൽക്കുക. ഇന്നലെ അനുശോചനം പറഞ്ഞ 145 രൂപയുടെ റീത്തും വെച്ചു വന്ന പുള്ളി കവല നിൽക്കുന്നതിന്റെ ചത്തവൻ ടീഷർട്ട് ഇട്ടോണ്ട് വഴി നിൽക്കുന്നു. നിങ്ങൾ ഭാവനെ കണ്ട് എന്തുവായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ? അവനാരാ? അവനാരാ? മരണം വഴിമാറ്റുന്നവനാ, മരണവാസങ്ങളെ അഴിച്ചു മാറ്റുന്നവനാ, ശാപങ്ങളെ പൊട്ടിച്ചു മാറ്റുന്നവനാ. അവൻ ആരാണ്? അവൻ 10,000ങ്ങളിൽ ശ്രേഷ്ഠനാ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. സക്കായിയുടെ മനസ്സിലൊരാശ ഈശോയെ കാണാൻ. അത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. സക്കായിയുടെ മനസ്സിലൊരാശ ആരെ കാണാൻ? ഈശോയെ കാണാൻ. എന്റെ ആഗ്രഹം മുഴുവൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഈശോയെ കാണാൻ ആശ കൊടുക്കണമെന്ന്. എടാ, സക്കായി അങ്ങനൊന്നും യേശുവിനെ തപ്പുന്നവനല്ല. തപ്പാൻ ഒരു കാര്യമുണ്ട്. അതാ ഇന്നത്തെ വിഷയം. വായിക്കാം. 18-ാം അധ്യായം ലൂക്കോസ് 35 മുതലുള്ള വാക്യങ്ങൾ. അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികിരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. പിന്നെ നസറനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. മതി. ഈ കുരുടനെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഇവന്റെ പേര് ബർത്തിമായി. ഇവന്റെ അപ്പന്റെ പേര് തിമായി. പാരമ്പര്യമായിട്ട് ഇവര് ഭിക്ഷക്കാരാ. ഞാൻ മിണ്ടുന്നില്ല. ഞാനൊരു വീട്ടിൽ ഇരിക്കുമ്പോ ഒരു ഭിക്ഷക്കാരൻ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഒരു ആന്റി 7,000 രൂപയുടെ സാരി എടുത്തോണ്ട് ചെന്നേച്ച് ഡോറ് തുറന്നു നോക്കി. ഭിക്ഷക്കാരൻ തിരിച്ചു വന്ന് 2 രൂപ കൊണ്ട് കൊടുത്തപ്പോ ആന്റി വന്ന് വാതിലടിച്ച് ഒരിക്കൽ കൂടെ കോളിംഗ് ബെല്ല്. തിരിച്ചു വന്നപ്പോ അതേ ഭിക്ഷക്കാരന് ആ 2 രൂപ തിരിച്ചു കൊടുത്തു പറഞ്ഞു, ഞങ്ങളുടെ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് 5 കുറച്ച് വാങ്ങിക്കരുത്. അവനും ആ ഡീസന്റാ കേട്ടെ. ഒരു ഭിക്ഷക്കാരൻ, അവൻ എഴുതിയ തിമായിയുടെ മകനായ ബർത്തിമായി. യാചിക്കാൻ പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും വേണ്ട. ശ്രദ്ധിക്കണം. അവനിങ്ങനെ വഴിയിരുന്ന് ഭിക്ഷ ചോദിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ ദൈവത്തോട് അടുക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏത് കൊടുക്കാത്തവനും കൊടുക്കുന്നേ. വേണ്ട, മിണ്ടുന്നില്ല.
ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ പുണ്യസ്ഥലങ്ങളിലൊക്കെ പിച്ചക്കാരുടെ എണ്ണം കൂടുന്ന, ദൈവത്തോട് അടുക്കുന്നത് തോന്നുന്നതൊക്കെ ജനം വാരി കൊടുക്കും. ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ കൊടുക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പൊ അതോടെ പറയണം. പ്രസംഗം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചോണ്ട് വന്നു ചോദിച്ചു, ബ്രദറെ കാറിലോട്ട് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. കയറാനാ പറഞ്ഞെന്ന് പറഞ്ഞു. വാക്കുകൾ കൂടെ വേണം. ഞാൻ പേടിച്ചു കയറി. ഇത്രയും വലിപ്പോണം ഞാൻ പേടിച്ചു പോയി. എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഓടി റൂമിലോട്ട് ചെയ്ത് ചെക്ക് ബുക്ക് എടുത്ത് 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി വെച്ച് പറയുക, പരിശുദ്ധാത്മാവിന്റെ ദണ്ണം അങ്ങ് തീരട്ടോ. എന്നറിയാം, ഇവൻ 10 പൈസ കൊടുക്കാതിരിക്കുകയായിരുന്നു. അന്ന് അവനിട്ട് തന്നെയായിരുന്നു ദൂത്. അതും അവിടെ നിൽക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഭിക്ഷക്കാരൻ ഭിക്ഷ എടുക്കുക. സാധാരണ ഭിക്ഷക്കാരൻ ഭിക്ഷ എടുത്താൽ വൈകുന്നേരം വരെ 100 രൂപ കിട്ടത്തില്ല. പക്ഷെ അന്ന് രാവിലെ അവൻ ഭിക്ഷക്കിരുന്നു. 11 മണിയായപ്പോഴേ 2 വട്ടം തന്റെ ബാഗ് നിറഞ്ഞു. ഇവന്റെ മനസ്സിലൊരാശ, ഇന്ന് സ്ഥലം മാറിപ്പോയോ? ഭിക്ഷക്കാരനെ കുറിച്ച് 2 കാര്യം പറയാം. നിങ്ങളുടെ വീടിനപ്പുറത്ത് 5ാമത്തെ വീടായി ഭിക്ഷക്കാരന്റെ വീട്. എല്ലാ ദിവസവും രാവിലെ മാമാട്ടി ഓട്ടോയിലായി പുള്ളിയെ കൊണ്ടുവന്ന് കവല ഇറക്കുന്നത്. ഭിക്ഷ എടുക്കുക. ഈ ഓട്ടോക്കാരന് 7 ഓട്ടോ വാങ്ങിക്കാനുള്ള കാശ് ഇവനെ കൊണ്ടുണ്ടാക്കി. അവനെ ഒന്ന് കണ്ടേ, എന്നാലേ ഈ സക്കായിയെ പറയാൻ പറ്റും. കേട്ടെ, ഇവന് ഭിക്ഷ എടുക്കുക. അന്ന് 11 മണിക്ക് 3 വട്ടം വായു തുറന്നു. 4ാമത്തെ വട്ടം നിറഞ്ഞപ്പോ ഇവനൊരു ആശങ്ക, ഇതെന്തോ പറ്റി. അടുത്ത രൂപ ഇടാൻ വന്നെ കൈറ്റിങ്ങി പിടിച്ചു. പിടിച്ച അവൻ ചോദിച്ചു, എന്താ ഇന്ന് ഇത്ര ബഹളം? അവൻ പറഞ്ഞു, അറിഞ്ഞില്ലയോ, പ്രവചനങ്ങളിൽ കിടക്കുന്ന ചരിത്ര പുരുഷൻ ഈ വഴി വരുന്നു. അതാരാ? കേട്ടിട്ടില്ലയോ? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ചെകുടന്മാരുടെ കാതു തുറക്കുന്നു. അവൻ ഈ വഴി വരുന്നു. എന്ന് നിങ്ങൾക്ക് എന്നോടൊന്ന് ചേർന്ന് നിൽക്കണം. നിങ്ങൾ അവൻ ആ ഭിക്ഷപാത്രം എടുത്തെറിഞ്ഞാച്ച് ഒറ്റ വിളിയോ, യേശുവേ. ഈ ഭിക്ഷക്കാരന് വല്ല സ്റ്റാൻഡേർഡും ഉണ്ടോ? നമ്മളിൽ പലർക്ക് സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് അവര് വിടുതൽ നടക്കാത്തത്. അടിപൊളിയായിട്ട് വന്ന് അടിപൊളിയായിട്ട് തന്നെ പ്രശ്നം കൊണ്ട് വീട്ടിൽ പോകുന്നവരുണ്ട്. ജീസസ് ക്യാൻസർ കൊണ്ട് വന്നു, തിരിച്ച് 3ാമത്തെ സ്റ്റേജായിട്ട് തിരിച്ചു പോയി. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, കർത്താവ് ഭാഷം പരേഡ് കാണാൻ എങ്ങും വന്നിട്ടില്ല. 1 ലക്ഷം പേര് കൂടി അതിൽ നിലവിളിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ കർത്താവിന്റെ കണ്ണ് അവിടെ എത്തും. ജീസസ്, ഇന്ന് രാത്രി ഈ പന്തലിന്റെ സൈഡിലിരുന്ന് നിലവിളിക്കുന്ന പലരെ ഇന്ന് രാത്രി ആ കർത്താവിന്റെ കാതുകൾ കാണുന്നുണ്ട്. ഇന്ന് രാത്രി സാഹചര്യം നോക്കാതെ നിലവിളിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി യേശു അത് ചെയ്യാൻ പോവാ. അവൻ ഒറ്റ വിളിയാ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. അവൻ നിലവിളിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് യേശു അവിടെ നിന്നെന്ന. നീ അവനെ കണ്ടേ, അവനോട് ചോദിച്ചാൽ നിനക്ക് എന്നാ വേണം? എനിക്ക് കാഴ്ച കിട്ടണം. ഞാൻ ഇനി ആ കുരുടന്റെ പുറകെ പോവാ. രാവിലെ അവൻ എഴുന്നേറ്റ് റീബുക്കിന്റെ ഒരു ഷൂ ഇട്ട്, അഡിഡാസിന്റെ ഒരു പാൻറ്റും ഒക്കെ ഇട്ട്, ശ്രദ്ധിക്കണേ, ഒരു നല്ല ഷർട്ടും ഒക്കെ ഇട്ട് ഇൻ ചെയ്ത് പോക്കറ്റിനകത്ത് വിരളൊക്കെ എത്തി ഇവൻ കാണുക. മരം കാണുന്നു, ഇല കാണുന്നു, മാവിനെ കാണുന്നു, പെണ്ണിനെ കാണുന്നു, ചെറുക്കനെ കാണുന്നു, നീല കാണുന്നു, ചുമപ്പ് കാണുന്നു, പച്ച കാണുന്നു, പുല്ല് കാണുന്നു, തെങ്ങ് കാണുന്നു, മാവ് കാണുന്നു, ചിരി കാണുന്നു, നടപ്പ് കാണുന്നു, ഇരിപ്പ് കാണുന്നു, വെള്ളം കുടിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പൊ കാണുക, ഇങ്ങനെ നിന്ന് കാണുക. കണ്ടോണ്ടിരിക്കുമ്പോളാ മാമാട്ടി ഓട്ടോ രാവിലെ വന്ന് ഓണടിച്ചു. കൊണ്ടുപോകാൻ വന്ന ചോദിച്ചു, ഡേ എന്നാ? അല്ല, നിങ്ങളുടെ കൂട്ടൊരാളെ, ആ പുള്ളി തന്നെയല്ല, അറിഞ്ഞില്ലയോ? ഇന്നലെ എന്റെ ചരിത്രം കർത്താവ് മാറ്റി. പിന്നെ ഇനി എന്നെ തപ്പി വരണ്ട. ഞാൻ 2 ഓട്ടോയ്ക്ക് രാവിലെ ബുക്ക് ചെയ്ത് വെച്ചാ നിൽക്കുന്നത്. രണ്ടാമീൻ വരുന്നില്ല. സക്കായി യേശുവിനെ തപ്പുന്ന കാര്യമാണ് പറയുന്നത്. ഇവനെ വന്ന് ഓട്ടോയെ കയറി കവലെ ഇറങ്ങി പോക്കറ്റിലൊക്കെ കൈയിട്ട് നിൽക്കുമ്പോഴാണ് സക്കായി രാവിലെ ഡ്യൂട്ടിക്ക് വരുന്നത്. ഇവനെ കണ്ടപ്പോ ഒരു മാന്യനായ
തോന്നിയുണ്ട്. സക്കായി ഹായ് എന്ന് പറഞ്ഞു, ഇവന് പറഞ്ഞു ഹായ്. പിന്നെ കണ്ടു മറക്കുന്നു. അപ്പൊ ഇവൻ ചോദിച്ചു, എവിടാ വീട്? വീടിച്ചിട്ട് ദൂരെയാ. അല്ല, നല്ല പരിചയമാണ്. ഇയാളെ എനിക്ക് പരിചയമില്ല, കാര്യം ഇവൻ അന്ധനായിരുന്നു. സക്കായി അല്ല, എനിക്ക് ഭയങ്കര പരിചയം. എവിടാ വീട്? മുഴുവൻ എടോ, എനിക്ക് നിന്നെ പരിചയമില്ല. എന്നാ ജോലി? അതെ, ഞാൻ ഭിക്ഷ എടുക്കുവാൻ ഇവിടെ നിന്നാ 25 വർഷം എടുത്തേ. സക്കായി അന്തം വിട്ടു. എടോ, 25 വർഷം നിനക്ക് രാവിലെ ഓരോ രൂപ തന്നവനാ ഞാൻ. അങ്ങോട്ട് പോയപ്പം അവനോട് ചോദിച്ചു, ഇതെങ്ങനെ നടന്നു? അവൻ പറഞ്ഞു, യേശുവിന് വേറെ ഒരുത്തൻ വന്നു, ഞാൻ ഒറ്റ വിളി, എന്നെ അടുക്ക വിളിച്ചു ചോദിച്ചു, എന്നാ വേണം? കാഴ്ച വേണം. അപ്പൊ തന്നെ സക്കായിയുടെ അകത്തൊരു ചെണ്ട വേണം, എനിക്ക് ആ യേശുവിനെ ഒന്ന് കാണണം. വിശ്വസിച്ച ഒരു ദൂത് പറയാം, നീ ഇന്ന് രാത്രി ഒരു ഭക്തിമായാൽ നിന്റെ അയൽവക്കത്തെ സക്കായി യേശുവിനെ തിരക്കും. അടുക്കാൻ ഇന്ന് രാത്രി മനസ്സ് കാണിക്ക്. അവൻ ഇന്ന് രാത്രി ചിലരൊക്കെ ചെയ്യാൻ പോകുകയാ. അടുക്കാൻ ഇന്ന് രാത്രി മനസ്സ് കാണിക്ക. ശ്രദ്ധിക്കണം. സക്കായിക്ക് യേശുവിനെ അപ്പൊ ആൾക്കാരുടെ ചോദിച്ചു, ഇന്ന് യേശുവിന്റെ ക്രൂസൈഡ് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാൾ പറഞ്ഞു, ക്രൂസൈഡ് ഒന്നുമില്ല, പക്ഷെ അവൻ ഈ വഴി വരുന്നുണ്ട്. സക്കായി രാവിലെ വെളുപ്പിനെ ഇറങ്ങി യേശുവിനെ കാണാൻ പോവാ. സക്കായി എന്നപ്പോ ഒരു പ്രശ്നം, എന്നെ പോലെ നീളമുള്ള ഒരു യേശുവിന് ചുറ്റും നിന്നോണ്ട് സക്കായിക്ക് കാണാൻ പറ്റുന്നില്ല. സക്കായി ചാടി മരത്തെ കയറി. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, ഈ നാട്ടിൽ 4 ബെൻസ് 3 സ്ക്വാഡായി ഉള്ള അച്ഛന് മരം കയറ്റം അറിയാം? എന്റെ മിണ്ടുന്നില്ല. ഇവിടെ 25 ഏക്കർ തോട്ടമുള്ള ഒരുവന് മരം കയറ്റം അറിയാവുന്നു? അറിയത്തില്ല. സക്കായിക്കും അറിയത്തില്ല. ആവേശം കൊണ്ട് ചാടി കയറിയ. യേശുവിനെ കാണാൻ ആശയുണ്ട്, എവിടെ വേണേലും കയറും. പിന്നെ ഹല്ലേലൂയ കയറും. സക്കായിക്ക് ഒരു ആശയുണ്ട്, അതാ പ്രസംഗം. അവൻ കാട്ടത്തിലെ മോടിക്കറി ഇലക്കകത്ത് പറഞ്ഞ് സക്കായിയുടെ ആശ, എനിക്ക് യേശുവിനെ കാണണം, യേശു എന്നെ കാണണം. ഈ സുവിശേഷമൊക്കെ ഇഷ്ടമുള്ള എത്രയോ പേര് ഒളിഞ്ഞു നിൽപ്പുണ്ടെന്ന് അറിയാം. അവനെ യേശുവിന് ഇഷ്ടമാണ്. ഒളിഞ്ഞിരിക്കുന്ന നിന്നെ ഇഷ്ടപ്പെട്ടു, വെളിച്ചത്ത് വന്ന നിന്നെ ഇഷ്ടപ്പെട്ടു. കർത്താവ് ഇഷ്ടം കേട്ടേ. ഈ യേശു അങ്ങ് അകലേന്ന് വരുമ്പോ ഈ കാട്ടത്തിന് മുകളിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇവന്റെ മനസ്സിൽ മുഴുവൻ വേണ്ട ഭിക്ഷക്കാരന്റെ രംഗമാ. കീറിയ ഉടുപ്പും ചേവിയാത്ത താടി ഒക്കെ വലിച്ച് ഭിക്ഷ കൊടുക്കുമ്പോ അമ്മ 25 കൊല്ലം കണ്ട ഇവൻ താണ്ട അഡിഡാസിന്റെ ഷൂ ഒക്കെ ഇട്ട്, നല്ല ജീൻസും ഒക്കെ ഇട്ട്, നല്ല ടീഷർട്ടും ഒക്കെ ഇട്ട്, അടിപൊളിയായിട്ട് റൈമണ്ടിന്റെ ഗ്ലാസും ഒക്കെ വെച്ച് വഴിയെ നിൽക്കുന്നവിടെ ഇവന്റെ ചരിത്രം തിരുത്തിയവൻ ദാ വരുന്നു. അതവന്റെ മനസ്സിലെ പിക്ചർ. ഞാനൊരു സത്യം നിന്നോട് പറയാം, നിന്റെ ഗതികേട് മാറ്റാൻ ഒരാൾക്കേ പറ്റത്തുള്ളൂ. അവന്റെ പേര് ക്രിസ്തു. ഇന്ന് രാത്രി എവിടെ നിന്ന് വേണേ വിളിച്ചോ. വേദപുസ്തകം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി അവൻ സമ്പന്നനാ. ബൈബിൾ പറയുന്നു, എന്റെ പക്കൽ ധനമുണ്ട്, എന്റെ പക്കൽ മാനമുണ്ട്, എന്റെ പക്കൽ പുരാതന സമ്പത്തുണ്ട്, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാനത് കൊടുക്കും. ശ്രദ്ധിച്ചു കേട്ടെ. ഒരാൾ യേശുവിൽ എത്തുമ്പോൾ അവന്റെ ചരിത്രം യേശു മാറ്റാൻ തുടങ്ങും. ഉറപ്പുണ്ടേ? ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി നീ യേശുവിൽ എത്തിയാൽ നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം കർത്താവ് എടുത്തു മാറ്റാൻ പോവുകയാ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം നിന്റെ വീടിനകത്ത് കർത്താവ് തരാൻ പോവാ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. യേശു വരുന്നേ കണ്ടപ്പോ സക്കായി പറഞ്ഞു, അയ്യോ ഇവനാന്നോ ആ കുരുടന്റെ ചരിത്രം മാറ്റിയവൻ. നമ്മൾ ഇങ്ങനെ ഒരു സുവിശേഷ യോഗം നടത്തുമ്പോ ഒരച്ഛനെ ദൈവ യോഗത്തിന്റെ നടുവിന് പൊക്കി വെച്ച് പറഞ്ഞു, നിനക്കൊരു പുതിയ കണ്ണ് തരാൻ പോവാന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഓടി ആലൊരു സ്റ്റേജേ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു പാറപ്പണിക്കാരനാണ്, തിരി കൊടുത്തു മാറിയപ്പോ പൊട്ടിപ്പോയി.
പാറയെന്ന് മിറ്റിലടിച്ച് തെറിച്ചു വന്ന് കണ്ണിക്കൊണ്ടു കണ്ണ് പൊട്ടി 7 ആഴ്ച പൊട്ടി കുത്തിക്കെട്ടി വെച്ചേക്കും. ജീസസ്. ഒരുത്തനെ നോക്കിയ 10 ആഴ്ച തോന്നും. അന്ന് രാത്രി പുതിയ കണ്ണ് കൊടുത്തപ്പോൾ ആ കണ്ണുകൊണ്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തിലെ ഒരധ്യായം മൊത്തം വായിച്ചു. പ്രസംഗകനല്ല കൊടുക്കുന്നത്, ക്രിസ്തു അത്ര തരുന്നത്. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റാത്ത വിടുതൽ ഇന്ന് രാത്രി ഇവിടെ നടക്കും. ഇന്നലെ രാത്രി വെളിപ്പെട്ടിട്ട് ഇരട്ടി അത്ഭുതങ്ങൾ രാത്രി ഇവിടെ നടക്കും. വിശ്വസിക്കാൻ തയ്യാറവർ ചേർന്നൊരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി അവൻ അത്ഭുതം ചെയ്യുന്ന രാത്രിയോ. ദൂതന്റെ പ്രധാനമേറിയ ഭാഗത്തേക്ക് വരാം. കാട്ടത്തിലുള്ള ചോട്ടിൽ യേശു എത്തിയപ്പം അതുവരെ കുനിഞ്ഞു നോക്കി യേശു നിവർന്നു നോക്കി. എന്നിട്ട് വിളിച്ചു, സക്കായിയേ. അപ്പൊ ഒളിഞ്ഞിരുന്ന നിന്റെ പേര് വരെ കർത്താവിന് അറിയാം. ആമീൻ പറയുന്നില്ല. ഞങ്ങളുടെ അവിടെ ഒരു മീറ്റിംഗ് നടത്തിയപ്പോ ഒരു വക്കീല് വന്ന് യോഗത്തിൽ ഇരുന്നു. വക്കീല് ഭയങ്കര പ്രശസ്തനാണ്. അന്ന് വന്ന പ്രസംഗം പേര് വിളിക്കുന്ന പ്രസംഗമാണ്. ഒറ്റ വിളി, വക്കീലെ. അടുത്ത വിളി, വക്കീലെ സണ്ണിയെ. അടുത്ത വിളി, വീട്ടുപേര്. അടുത്ത വിളി, ഫോൺ നമ്പർ. അടുത്ത വിളി, കാറിന്റെ നമ്പർ. സണ്ണി രക്ഷിക്കപ്പെട്ടു. ശ്രദ്ധിക്കണം. സക്കായിയെ, വേഗം ഇറങ്ങി വാ. ഞാൻ ഇന്നും നിന്റെ വീട്ടിൽ പാർക്കുന്നതാ. ഓർത്തോ, ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടിൽ എന്തോ സന്തോഷം. പോകുന്ന വഴിക്ക് ബേക്കറി കയറി ഓളതെല്ലാം മാറ്റും. ആ ബെൽറ്റ് ഇല്ലാതെ ജീവിക്കട്ടെ. 1.5 വർഷം കൊണ്ട് ഈ ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുക. ജീസസ്. നോക്കിയേ, ഈ ബെൽറ്റിന്റെ സഹായമില്ലാതെ അപ്പച്ചാ കുനിയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഒരു തുള്ളി വേദന ഇല്ലാതെ നിന്ന് കുഞ്ഞി. കാരണം നിനക്ക് പുതിയൊരു അവയവം കർത്താവ് തരാൻ പോവാ. ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ ശക്തി ഇപ്പോൾ അതിനെ തൊട്ടിപ്പുറത്തിരിക്കുന്ന അപ്പച്ചനോട് എഴുന്നേറ്റ് നോക്കിയേ. അപ്പച്ചന്റെ ഇടത്തെ കൈയുടെ ഈ ഭാഗത്ത്, ഇപ്പുറത്തേക്ക് ആ ഭാഗത്ത് ആദ്യം ഭയങ്കര വേദനയാണ്. ശരിയാണോ? ആ കൈ പൊങ്ങുമോ? പൊങ്ങും, പക്ഷെ അതിഭയങ്കര വേദന. ജീസസ്. ഈ കൈകൾ തമ്മിൽ 1.5 ഇഞ്ചോളം നീളം. ഈ മനുഷ്യന്റെ നടു ഇപ്പൊ സൗഖ്യമാവും. നിൽക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ യേശുവിന്റെ കയ്യെ തൊട്ടാൽ ഒരു ഹീലിംഗ് പവർ. ഇവന്റെ കൈ വളർന്നു വരട്ടെ. ബ്ലഡോ നിങ്ങൾക്ക് കാണാം 1.5 ഇഞ്ചിലധികം നീള വ്യത്യാസം. ഈ കൈ വളർന്നു വരട്ടെ, വളർന്നു വരട്ടെ, വളർന്നു വരട്ടെ, വളർന്നു വരട്ടെ, വളർന്നു വരട്ടെ. യെസ്. കണ്ണുള്ളവർക്ക് നോക്കി കാണാം, ഒരേപോലെ അവന്റെ കൈകൾ ഇപ്പോൾ എത്തി. യേശുവിന്റെ ശക്തി. ഇനി ആ കൈയൊക്കെ താത്തിട്ടെ, ഇനി ആ കൈ പൊക്കിക്കേ. ഒരേപോലെ വന്ന് നിൽക്കുക. അപ്പച്ചാ, ഇനി ഒരു അത്ഭുതം നടന്നെന്ന് വിശ്വസിക്കുക. ശകലം പുറകോട്ട് നീങ്ങി നിന്നേ, ധൈര്യമായിട്ട് കുനിഞ്ഞ്, പിന്നെ നൂന്നേ, പിന്നെയും കുനിഞ്ഞ്. വേദന ഉണ്ടോ ഇപ്പൊ? യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. 1.5 വർഷം ഇത് കെട്ടിക്കൊണ്ട് നടന്നു. എത്ര നാൾ കൊണ്ടുണ്ട്? ജീസസ്. ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്ന നീരാല ആർക്ക് വേണമെങ്കിലും പിടിക്കാം. ഈ പാസ്റ്റർക്ക് വേണമെങ്കിലും പിടിച്ചു നോക്കാം.
ആ നീരല പിടിച്ചിരിക്കുന്നത്. കർത്താവ് തൊടുക. ഇപ്പോൾ നിന്നെ പൂർണ്ണ സൗഖ്യം കർത്താവ് തരിക. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന്റെ അടുത്ത്. അങ്ങനെ പറയുന്നവർ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ, നന്നായി ഉയർത്തിപ്പിടിച്ചാൽ, ഓ ധാരാളം കൈ നന്നായി ഉയർത്തിപ്പിടിച്ചാൽ, ധാരാളം കൈകൾ ഞാൻ കാണുന്നു. ഉയർത്തിപ്പിടിച്ചാണ്. കർത്താവേ, ഇന്ന് രാത്രി സ്നാനത്തിന് തീരുമാനമെടുത്ത് കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവരെ വിടുവിക്കാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. എനിക്ക് രോഗസൗഖ്യം വേണമെന്ന് പറയുന്നവർ കൈ ഉയർത്തിയാണ്. നന്നായി ഉയർത്തിപ്പിടിച്ചാണ്. എന്ത് രോഗമായിക്കൊള്ളട്ടെ, എന്നെ കർത്താവ് കാണിക്കുകയാ. ക്യാൻസറുകൾ ഇന്ന് രാത്രി ഹീലാവും. ബ്രസ്റ്റിലെ മുഴകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. എനിക്ക് സൗഖ്യം വേണമെന്ന് കൈ ഉയർത്തിയവർ ദയവായി മുമ്പിലേക്ക് വരിക. അത്യാവശ്യമുള്ളവർ വന്നാൽ മതി. നിങ്ങളെ പൂർണ്ണമായി കർത്താവ് സുഖപ്പെടുന്നു. വരുന്നവർ വേഗത്തിൽ മുമ്പിൽ വെക്കുക. വരിക. ഒരു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ വേദനയുണ്ടോ? വന്നേ എന്താന്ന് ചോദിച്ച കർത്താവ് അതിനെ എടുത്തു മാറ്റുകയാണ്. ജീസസ്. മൂക്കിനകത്ത് ദശ വളരുന്നവർ ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ മൂക്കിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. വളർന്നുകൊണ്ട് ദശ തന്നെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ മകനെ കർത്താവ് തൊടുക. ഈ മോനെ ശ്രദ്ധിച്ചേ. എന്താ മോന്റെ പേര്? പ്രവീൺ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഡിപ്ലോമ ചെയ്യുന്നു. എത്ര നാൾ കൊണ്ട് ഈ ചെവി കേൾക്കത്തില്ല? 5 വർഷമായി ഈ ഒരു ചെവി പൂർണ്ണമായി കേൾവി നഷ്ടപ്പെട്ടതാണ്. ജീസസ്. കർത്താവ് ഇവന് ഈ ചെവിയെ തുറന്നു കൊടുക്കാൻ പോകുന്നു. ജീസസ്. കർത്താവ് ഈ ചെവിയെ തുറന്നു കൊടുക്കും. അതാണ് നിങ്ങളുടെ ആ വയറ്റിൽ നമ്മൾ പോന്നു. എന്തിയാ മഴ? ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി പോകുന്നു. നിങ്ങളെ മേലൊരു പിശാചിന്റെ കെട്ടുണ്ട്. അത് കർത്താവ് ഇപ്പൊ പൊട്ടിക്കും. ജീസസ്. 3 ഭൂതശക്തികൾ. യെസ്. അടിയട്ടെ. ഓ റബസ്. പവർ. ശക്തി. ഓ റബബബബബബ. കർത്താവേ, ചെവി തുറന്നു വരട്ടെ. നോക്കിയേ, നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടേക്ക് നിങ്ങൾ നിങ്ങളുടെ വലത് കയ്യെ വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ തൊണ്ടയിലെ മുഴകൾ അപ്രത്യക്ഷമാകും. ഹീലിംഗ് പവർ. എന്നെ കർത്താവ് കാണിക്കുന്ന ബ്രസ്റ്റിൽ മുഴയുള്ളവർ അവരുടെ ഇപ്പം മുമ്പിലോട്ട് വരണം. ആ മുഴയെ കർത്താവ് എടുത്തു മാറ്റുക. അതുള്ളവരുടെ ഇപ്പം മുമ്പോട്ട് വിതിൻ സെക്കൻഡ് ആ മുഴ ആ ഭാഗത്ത് നിന്ന് എടുത്തു മാറ്റുക.
അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. സ്തുതിച്ചു പാടി മഹിമ നിനക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടി മഹിമ നിനക്ക്, കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. കൈവെക്കുക. അത്ഭുത വിടുതൽ. Lord, we lift your hands and worship as ആരുടെയോ കൊല്ലാത്ത വിളവോ? അല്ല, ഭയങ്കര ശക്തി വ്യാപരിക്കും. ഓ, യേശുവിന്റെ ശക്തി നടക്കുക. ഓടി വന്നാൽ ഓടി വന്നാൽ ഓടി വന്നാൽ. ഇപ്പോൾ ആ ബുദ്ധിമുട്ട് മാറിപ്പോയി. നോക്കിയേ, അന്നനാളത്തിനകത്ത് മഴ വെളിപ്പെട്ടതാ. അത് നിമിത്തം ശ്വാസം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ കർത്താവിന്റെ ശക്തി തൊടുക. ഓ റബബബബബബസ്. നിങ്ങൾ രോഗമുള്ളവരോട് കൈവച്ചേ. ഇവിടെ നിൽക്കുമ്പോൾ ഈ മകൻ സൗഖ്യമാവുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ. ഓ റബബബബസ്. എല്ലാവരും ആഞ്ഞ യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ യെസ്. ഓടി വന്നാണ് ഒരു ഭയങ്കര സാക്ഷി. ഈ മകൻ ഇവിടെ അലറി വിളിക്കുമ്പോൾ, ഓ, ഇവനെ പിശാച് കൊല്ലാൻ പദ്ധതിയിട്ടു. പക്ഷെ അതിന് കർത്താവ് പൊട്ടിക്കുക. ഇവൻ പറയുന്നു, ഇവനൊരു ഭാരം എടുക്കുമ്പോൾ അത് വന്ന് ഇവന്റെ ഇവിടെ വീണു. അവന് ശ്വാസം എടുക്കാനും കൈ പൊക്കാനും വയ്യായിരുന്നു. അത് പൊക്കി കാണിച്ച ബ്രദറെ നോക്കി, അതിനെ കർത്താവ് തൊട്ട് വിടുവിക്കുക. ബ്രദറെ, ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ? ഇപ്പോഴോ ഒരു ബുദ്ധിമുട്ടുള്ള നോക്കി, കർത്താവ് തൊട്ട് വിടുവിക്കുക. യേശു അത്ഭുതങ്ങൾ ചെയ്യുകയാ. നമ്മളത് പാടി ആരാധിക്കാൻ പോവാ. ഈ ആരാധന ഭയങ്കര വിടുതലുകൾ നടക്കും. ജീസസ്, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. സൗഖ്യമാകുന്നവരെ ഞങ്ങൾ സാക്ഷികളാക്കി മാറ്റും. ആരുടെയോ വയറ്റിൽ നിന്ന് മുഴകൾ അപ്രത്യക്ഷമായി പോകുന്നു. യെസ്, ഇപ്പോൾ യെസ്. പോകരുത്. നിന്റെ ചെവിയെ കർത്താവ് തുറക്കുക. പൂർണ്ണ വിടുതൽ കർത്താവ് തരും. യെസ്, ഒന്നിച്ച് നമ്മൾ പാടി ഒന്ന് ആരാധിക്കാൻ പോവാ. ഈ ആരാധിക്കുമ്പോ ഭയങ്കര സൗഖ്യങ്ങൾ കർത്താവ് കണ്ടു.
സ്തോത്രം ചെയ്തങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ മീറ്റിംഗുകളുടെ രണ്ടാമത്തെ രാത്രിയിലും അവിടുത്തെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് അയച്ചതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നന്ദി കർത്താവേ. അവിടുന്ന് ചെയ്ത വലിയ വീര്യപ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ രക്ഷിപ്പാനും വിടുവിപ്പാനും നിനക്ക് മനസ്സലിഞ്ഞതിനായി നന്ദി കർത്താവേ. അതിനായി ഞങ്ങളുടെ അഭിഷിക്തനെ കരങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ആയിരങ്ങൾക്കായി ദൈവം പ്രയോജനപ്പെടുത്തുമാറാകണമേ. ഈ കൊടുക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആശീർവാദം. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസവും കൂട്ടായ്മയും ഈ രാത്രി കർത്താവിന്റെ ദാസനോടും കടന്നു വന്ന പ്രിയപ്പെട്ടവരോടും ഈ രാത്രികാലം മടങ്ങിപ്പോകുന്ന പ്രിയ സഹോദരങ്ങളോടും കടന്നു വന്ന് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യാധികം തുറന്നു നടക്കുന്ന 2 ദിവസത്തെ വിശേഷ യോഗങ്ങളിലും അവിടുത്തെ അനുഗ്രഹ സാന്നിധ്യം വിടുതലും പരിപാലനം സദാകാലം ഉണ്ടാകുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ കടന്നു പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.